കോഴിക്കോട് ബീച്ചിൽ നാടോടി സംഘം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച 7 വയസ്സുകാരന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. അറസ്റ്റിലായ ശ്രീനിവാസൻ നേരത്തെ മോഷണക്കേസിൽ പ്രതിയാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. 10 ദിവസം മുൻപാണ് നാടോടി സംഘം കോഴിക്കോട് എത്തിയത്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ തന്നെയാണ് ശ്രമിച്ചത് എന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട് പൂർണ്ണമായും. ഒപ്പം തന്നെ ഈ നാടോടി സംഘത്തിൽപ്പെട്ട ആളുടെ ക്രിമിനൽ പശ്ചാത്തലമൊക്കെ പോലീസ് പറയുന്നുണ്ടല്ലോ. പ്രജിൻ, രണ്ടുപേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. മംഗലാപുരം സ്വദേശികളായ ശ്രീനിവാസൻ, ലക്ഷ്മി എന്നിവർ. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിലൊരാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. മോഷണ കേസ് ഉൾപ്പെടെ ഇവർക്കെതിരെയുണ്ട് എന്നാണ് വെള്ളയിൽ പോലീസ് വ്യക്തമാക്കുന്നത്. ഇവർ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ തന്നെയാണ് ശ്രമിച്ചത് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയാണ്. തട്ടിക്കൊണ്ടുപോകലിന് രണ്ടുപേർക്കുമെതിരെ പോലീസ് ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. രാവിലെ ഏതാണ്ട് 10:30 മണി സമയത്താണ് പ്രജിൻ ഈ സംഭവം ഉണ്ടാകുന്നത്. കൂട്ടുകാർക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ 7 വയസ്സുകാരൻ. അതിനിടയിൽ ഇവിടേക്ക് എത്തിയ ഈ രണ്ടുപേർ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പരാതി. ഒപ്പമുണ്ടായിരുന്ന മറ്റുള്ളവരാണ് പോലീസിനെ വിവരമറിയിക്കുന്നതും പിന്നീട് നാട്ടുകാരൊക്കെ കൂടി ഓടിക്കൂടി ഈ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലേക്ക് മാറ്റുകയും ചെയ്തത്. ഏതായാലും നിലവിലിപ്പോൾ ഈ രണ്ടുപേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. രാവിലെയാണ്, അതായത് പട്ടാപ്പകലാണ് ഇങ്ങനെയൊരു ബീച്ച് പോലെ നല്ല തിരക്കേറിയ ഒരു സ്ഥലത്ത് ഈ രീതിയിലുള്ള തട്ടിക്കൊണ്ടുപോകൽ ശ്രമം നടന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതായാലും FIR പോലീസ് ഉടനെ രജിസ്റ്റർ ചെയ്യും. തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഈ രണ്ടുപേർക്കുമെതിരെ ചുമത്തുമെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.